സ്വാഗതം. അപ്പം ഇന്ന് ഒരു കുട്ടി സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഇതെൻ്റെ ഒരു പഴയ ഒരു ഷോളാണ്. നമ്മൾ എന്താണ് ഇട്ടിട്ട് മടുത്തിട്ട് ചുരിദാറൊക്കെ ചീത്തയായി പോണ ചുരിദാറാണ് അവർ. അതിലെ ചില ഷോളുകൾ ചീത്തയവേ ഇല്ല, നമുക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അത് കളയാനും തോന്നില്ല. അങ്ങനത്തെ ഒരു ചുരിദാറിൻ്റെ ഷോളാണിത്. ഇതെനിക്ക് കളയാൻ തോന്നണില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നു എന്ന് ഗോപാലൻ. പക്ഷെ ഇത് ഞാൻ എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ പിന്നെ അമ്മൂസ് പറയും എനിക്ക് തയ്ച്ചില്ലേ മമ്മി, എനിക്ക് ഉടുപ്പ് തയ്ച്ചില്ലേ മമ്മി എന്ന് അമ്മൂസ് പറയും. അപ്പം ഞാൻ വിചാരിച്ചു അമ്മൂസിന് തന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചതിന് ശേഷം അമ്മൂസിന് തന്നെയാണ് ഞാൻ ഡ്രസ്സൊക്കെ തയ്ക്കുന്നത്. എനിക്ക് ഓർമ്മ ഇതുവരെയും ഞാൻ തയ്ച്ചിട്ടില്ല. എനിക്കങ്ങനെ തയ്ച്ച അപ്പം പറയും മമ്മി എനിക്ക് ചെയ്യുന്നില്ലേ, മമ്മി എനിക്കില്ലേ എന്ന്. എനിക്ക് ഞാൻ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇത് നമ്മളിന്ന് അമ്മൂസിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ഫ്രോക്ക് തയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്താലോ. അതും ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ മെഷീനിലെല്ലാ അമ്മൂസിനെയും നമ്മൾ ഫ്രോക്ക് തയ്ക്കുന്നത്. പിന്നെ എന്തിനാ നമ്മുടെ സാധാരണ സൂചിയിലും നൂലിലുമാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷോൾ കെട്ടി നല്ലൊരു അടിപൊളി ഫ്രോക്ക് ആക്കാൻ പോവാണ്. അതെന്താ അതെടുത്തിട്ട് വന്നത്? കൊള്ളാം കൊള്ളാം, ഇത് കൊള്ളാം കൊള്ളാം. കൊണ്ടുവച്ചോ അമ്മ. ഇതിന് അമ്മൂസിന് വേറെ ഡ്രസ്സ് തയ്ച്ചു തരാം. അത് വേണം കിട്ടോ. അപ്പോൾ നമ്മൾ ഷോള് നാലാക്കി മടക്കിയൊക്കെ വെച്ചു. നമുക്ക് വേണ്ട സൈസിന് കട്ട് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡ് കളർ അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലാക്കാണ് ഇത്തിരി കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് കളർ മൊത്തത്തിൽ നമുക്ക് ഫ്രോക്കിൻ്റെ മുകളിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ലൈനിങ് ഇടാണ്ട് തയ്ക്കാൻ പറ്റില്ല, ഭയങ്കര നൈസാണല്ലോ, ചുരിദാറിൻ്റെ ഷോളാണല്ലോ. അപ്പോൾ ഞാൻ അത് തന്നെ ലൈനിങ്ങും കൂടി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട്, 4 മടക്കാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു കളറ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നേരം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മുകളിൽ നിന്ന് എടുക്കേണ്ട, താഴത്തുനിന്ന് നമുക്ക് അളന്നെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മൂസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9 താഴത്ത്, അതായത് സ്കേർട്ട് വരുന്ന ആ ഒരു ലെങ്ത്ത് വരെയും നമ്മൾ 9 എടുക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് 9 എടുത്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തയ്യൽ തുമ്പും കൂടി ഒരു 9.5 ഒക്കെ എടുക്കാം കേട്ടോ, അതിൽ കൂടുതൽ എടുക്കണ്ട. ബാക്കി നമ്മൾ ഷോൾഡറും ആം ഹോളും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഷോൾഡർ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആം ഹോൾ 4.5, പിന്നെ ചെസ്റ്റ് 8, 7.5 അങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് 1.5 നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ ഷോൾഡർ വേറെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പയ്യെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വരച്ച് വെച്ചിരിക്കുന്ന അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇവരുടെ കറക്റ്റ് അളവിന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അത് എത്രയോളം ഇറക്കം വേണം എന്നനുസരിച്ചാണ് നമ്മൾ അളന്ന് നോക്കിയൊന്നുമില്ല, അതൊരു ഇതിൽ ഞാൻ എടുത്തേക്കാണ്. ഷോൾഡറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് എടുത്ത് മാറ്റി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിനാണ് നമ്മൾ ആദ്യമായിട്ടാണ് സൂചി നൂലും വെച്ചൊരു ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ നമുക്കിത് ഈ ഒരു നമുക്ക് ക്രോസ് പീസൊക്കെ വെച്ചാണ് സാധാരണ നമ്മൾ തയ്ക്കുന്നത്, കഴുത്തും ആം ഹോളൊക്കെ. അപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. പിന്നെ നമുക്ക് കൈ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചിൻ്റെ വീതിക്കും ഒരു 9 ഇഞ്ച് നീളത്തിനും നമുക്ക് ഒരു തുണിയും കൂടി വേണം. അപ്പോൾ അത് നമ്മൾ 4 പീസ് എടുത്തിട്ടുണ്ട്, 4 പീസാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ലെങ്ത്തിന് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 9 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിക്കുമായിട്ട് നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതും ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ബാക്കിൽ കട്ട് ചെയ്യാനും സ്കേർട്ടും ഒക്കെ വേണം. അപ്പോൾ സ്കേർട്ട് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ബ്ലാക്ക് കളറാണ് എടുക്കുന്നത് കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളറ് ഷോളിൻ്റെ നടുക്കത്തെ ആ ഭാഗമാണത്. അപ്പോൾ ഇവർക്ക് ലെങ്ത്ത് എന്തോരം താഴത്തേക്ക് എന്തോരം ഇറക്കം വേണം എന്ന് നോക്കി, പിന്നെ അതെത്ര നമ്മളുടെ അരയുടെ ഒരു 1/3 ഭാഗമൊക്കെ ആയിരിക്കും. അരയിൽ ഒരു 3 ഇരട്ടിയാണ് നമ്മൾ എടുക്കുക സാധാരണ പട്ടുപാവാടയൊക്കെ തയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, ഒത്തിരി വിരിവൊന്നും വേണ്ട, വീട്ടിലിട്ടുകൊണ്ട് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 30 ഇഞ്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം ഇതായിട്ട് കിടക്കില്ല, എന്നാൽ അത്ര ഒട്ടിക്കിടക്കുകയില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ഞൊറി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. 30 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ബാക്കി ഇറക്കം 15 ഇഞ്ചോ അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ എടുത്തിട്ട് നമുക്കിനത് കട്ട് ചെയ്ത് എടുക്കാം.
നമ്മളുടെ അമ്മൂസിൻ്റെ കുട്ടി ഉടുപ്പിന് വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഉടുപ്പിൻ്റെ മുകൾ ഭാഗവും വള്ളി പിന്നെ സ്കേർട്ടിൻ്റെ ഭാഗം അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നൂല് സൂചിയും കൊടുക്കാം. അങ്ങനെ നമ്മൾ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്ക് കളർ നൂലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊന്നും ക്രോസ് പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മടക്കേണ്ട ആവശ്യമില്ല. ലൈനിങ് ഇട്ട് തിരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴേ. അപ്പോൾ ഈ ലൈനിങ് ഇത് 2 പീസ് ഉണ്ട്. സെയിം പീസ് തന്നെ ഞാൻ അതിന് 2 ആക്കി. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അതിനൊരു കട്ടി ഉണ്ടാവില്ല. നല്ല വശവും ചീത്ത വശവും ഒന്നുമില്ല, എല്ലാം ഒരുപോലെ. നമുക്ക് നോക്കിയാൽ തന്നെ എല്ലാം ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇത്തിരി നല്ലതായിട്ട് തോന്നിയ വശങ്ങൾ നമ്മൾ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരറ്റത്തുനിന്ന് ഈ കൈക്കുഴിയുടെ ഇവിടെ നിന്നേ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് നെക്ക് പോർഷൻ വന്ന് ഇങ്ങനെ കൈക്കുഴി മൊത്തം നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. കറക്റ്റ് 10 മണിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുകയാണ്. എപ്പോൾ തീരുന്നു നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ പിടിച്ചോട് തന്നെ നിൽക്കണ്ട, അതൊരു സമാധാനം. അപ്പോൾ നമുക്കിനി തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ ആം ഹോള് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, ആം ഹോള് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നെക്ക് ഭാഗമാണിത്, കഴുത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഷോൾഡറും ആം ഹോളൊക്കെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ തുണിയൊക്കെ വെച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് തുന്നിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ മറിച്ചെടുക്കണം. ലൈനിങ് ഇട്ട് തയ്ച്ച പോലെ തന്നെ മറിച്ചെടുക്കണം കേട്ടോ. മറിച്ചെടുത്തു മറ്റേതും കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 2 പീസും ഫ്രണ്ടും ബാക്കും കൂടിയാണ് നമ്മൾ തുന്നിയെടുത്തേക്കുന്നത്. ഇനി കറക്റ്റായിട്ട് നമ്മളത് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് പോയിൻറ്റ്സൊക്കെ അനുസരിച്ച് വെച്ചിട്ട് നമുക്കത് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിവിടെ ഈ ഒരു കളറിൻ്റെ തന്നെ വെച്ച് നമുക്കിവിടെ ഒന്നിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ ഒന്നും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് വേറെ ഒരു കൂട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ട. അപ്പോൾ നമ്മുടെ ആം ഹോളൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ആ ഒരു ഇതിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. ഉണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നമർത്തി കൊടുത്താലും മതി, പിന്നെ അതവിടെ ഇരുന്നോളൂ. ഉണ്ടോ? ഇങ്ങനത്തെയാണ് സെറ്റപ്പ്. എനിക്കെല്ലാം കമ്പോസിറ്റ്. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ എടുക്കാം. കൈ ഇതും കൂടി, ഇത് നമ്മൾ കൈ ഇല്ലല്ലോ, കൈ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ കൈ ഇവിടെ ഇങ്ങനെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇതിങ്ങനത്തെ 4 പീസ് കട്ട് ചെയ്തെടുത്തില്ലേ. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഈ ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. അതിൽ ഈ 2 എണ്ണത്തിൻ്റെ ഈ നീട്ടം, വീതി കുറഞ്ഞ നീട്ടം കൂടി ഈ സ്ഥലത്ത്, ഈ 2 സ്ഥലവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം. ഇങ്ങനെ തിരിച്ചെടുക്കാം. സ്റ്റിച്ചിങ് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ തിരിച്ചെടുക്കാം. 2 അറ്റവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ തലോണിക്കൊക്കെ നമ്മൾ തുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഈ സംഭവം. നമ്മൾ ഈ സ്റ്റിച്ച് വന്ന ഭാഗം ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഫൈനലി നമ്മൾ തേച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിക്കിരിക്കും കേട്ടോ. കോട്ടൺ ക്ലോത്തും കൂടിയാണല്ലോ. ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി വെച്ചാൽ ആ സാധനം അവിടെ ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, ഇതുണ്ടോ? ഫ്രോക്കാണ് തയ്ക്കാൻ പോണ? പാവാടെ ഫ്രോക്ക് തയ്ക്കാൻ പോണ? ആണോ? പനി മാറിയാ? അപ്പൊ സ്കൂളിൽ പോവാലോ. പനി മാറിയെങ്കിൽ സ്കൂളിൽ പോകാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണ കണ്ടപ്പോൾ അമ്മൂസ് അതിൽ നിന്ന് വെട്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് അമ്മൂസ് ഒരു ഉടുപ്പ് തയ്ക്കുകയാണ് കേട്ടോ.
അപ്പോൾ അത് പയ്യെ നടന്നോട്ടെ. അപ്പോൾ കൂടെ ഞാൻ പുറകിൽ കെട്ടാനുള്ള വള്ളിയും കൂടി അവരുടെ നീട്ടത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സൂചി നൂല് കൊണ്ട് പിന്നും കൊണ്ട് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ബാക്കിൽ കെട്ടാനുള്ള ഒരു കറക്റ്റ് അളവിന് 2 വള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ അടിഭാഗത്തെ വർക്കും കൂടി ചെയ്താൽ അമ്മൂസിൻ്റെ സ്കേർട്ടായി. അയ്യോ, അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സൂചി നൂല് ഉപയോഗിച്ചൊരു സ്കേർട്ട് തയ്ക്കുന്നത് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുടെ കഴുത്തിൻ്റെ ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഹലോ, അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ പയ്യതിങ്ങനെ ഇങ്ങനെ ഒരു ഞൊറിവ് കൊടുത്ത് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്കൊരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കണക്കിന് ആയി വരണം. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് നമുക്ക് വരേണ്ടത് കേട്ടോ. അത് നമ്മളുടെ ഈ ഒരു ഭാഗത്താണ് വരയും വേണ്ടത്. അപ്പോൾ മനസ്സിലായില്ല, ഇങ്ങനെ എടുക്കുക. ഇനി നമുക്ക് ഇവിടെ തന്നെ നമുക്കിതൊരു ഞൊറി കൊടുത്ത് ചെറിയ ഒരു ഞൊറി പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഞൊറി കൊടുത്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം സെറ്റായിട്ട് നമ്മൾ തുന്നി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സൈഡിൽ നിന്ന് നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഞാൻ ഒരു സൈഡ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഇടയിൽ കെട്ടാനുള്ള വള്ളിയും കൂടി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം ഇപ്പോൾ തുന്നുന്നില്ല, സ്കേർട്ടിനും കൂടി ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്തെ ഭാഗം തുന്നുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് അങ്ങ് തുന്നി വെക്കാം. സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 2ആക്കി മുറിച്ചിരുന്നല്ലോ, അതപ്പോൾ ഒറ്റ പീസാക്കിയിട്ട് നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭാഗവും ചീത്ത ഭാഗവും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് നമ്മൾ തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്തിൽ പയ്യെ സൂചി നൂലും ചേർത്ത് വെച്ചിട്ട് നമുക്ക് അനുസരിച്ച് ഒരു ഫ്ലിറ്റ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും. അതനുസരിച്ച് ഓരോ ഞൊറി പോലെ നമുക്ക് ആ നൂലിൽ നമുക്ക് ചെറിയ രീതിയിലാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഞൊറി പോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ഉടുപ്പിൽ മീതയിലും കൂടി തയ്ച്ച് വെച്ചു. ഫൈനലി അമ്മൂസും കൂടി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല, നല്ല ചീത്തയൊക്കെ പറഞ്ഞാണെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുന്ന കേട്ടോ. ഇട്ട് കൊടുത്തപ്പോൾ ആൾ ഭയങ്കര സ്പ്രിങ് പോലെ ചാടി ഓടിയൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടാ ഈ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം, അമ്മൂസ ഇങ്ങനെ കറങ്ങുന്നു. ഭയങ്കര സ്പീഡായിപ്പോയി, ആൾ പോയി പയ്യൊന്ന് മുട്ടുകയും ചെയ്തു കേട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് വേദനെടുത്താലേ കരയുള്ളൂ. ചെറിയ വേദന ഒന്നും വലിയ കരച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചേട്ടായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ പിടിച്ചിട്ട് പയ്യെ കറങ്ങും മൂസേ എന്ന് പറഞ്ഞാലും പയ്യെ കറങ്ങിണ്ടായിരുന്നില്ല. അമ്മൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫൈനലി ചേട്ടായി ഇറങ്ങി കേട്ടോ. ചേട്ടായി ഇറങ്ങിയിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുത്തു. നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ അമ്മൂസും നല്ല സുന്ദരിയായിട്ടുണ്ട്. അമ്മൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.